എല്ലാവർക്കും എഡ്ജോ ക്ലാസിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ വൈക്കത്തിനടുത്ത് തടിക്കച്ചവടക്കാരനായ കെ. അബ്ദുറഹിമാന്റെയും ഭാര്യ കുഞ്ഞാത്തുമ്മയുടെയും മൂത്തമകനായാണ് ബഷീർ ജനിച്ചത്. 5 അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ്, അനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ. പ്രാദേശിക മലയാളം മീഡിയം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിദ്യാഭ്യാസത്തിനായി 5 മൈൽ അകലെയുള്ള വൈക്കത്തുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർന്നു. ഈ സമയത്താണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവ് വൈക്കത്ത് സത്യാഗ്രഹം നടത്തിയപ്പോൾ അത് പിന്നീട് വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുകയും അദ്ദേഹത്തിന്റെ അനുയായിയാകുകയും ചെയ്തു. ഗാന്ധിയുടെ സ്വദേശി ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം ഖാദി ധരിക്കാൻ തുടങ്ങി. ഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറിൽ കയറുകയും അദ്ദേഹത്തിന്റെ കൈയിൽ സ്പർശിക്കുകയും ചെയ്തതിനെക്കുറിച്ചുള്ള തന്റെ അനുഭവങ്ങളെക്കുറിച്ച് ബഷീർ പിന്നീട് എഴുതുന്നു. മലയാള സാഹിത്യത്തിലെ ഒരു ഇന്ത്യൻ എഴുത്തുകാരനും മാനവികവാദിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനുമായിരുന്നു. ഒരു നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ അദ്ദേഹം തന്റെ വഴിത്തിരിവുള്ള ഡൗൺ ടു എർത്ത് രചനാശൈലിയാൽ ശ്രദ്ധേയനായിരുന്നു. അത് അദ്ദേഹത്തെ സാഹിത്യ നിരൂപകർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഒരുപോലെ ജനപ്രിയനാക്കി. ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, ഡുപ്പുപ്പാക്കൊരാനേണ്ടെന്ന്, മതിലുകൾ, ജന്മദിനം, അനർഘ നിമിഷം എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികളും അദ്ദേഹത്തിന്റെ കൃതികൾ മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തും ലോകമെമ്പാടുമുള്ള അംഗീകാരം നേടി. 1982 ഇന്ത്യാ ഗവൺമെന്റ് അദ്ദേഹത്തിന് 4ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി ആദരിച്ചു. സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നിവയും അദ്ദേഹം നേടിയിട്ടുണ്ട്. 1993 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്.